ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. സൈമണും ജെഫ്രിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. കുറച്ചു വർഷങ്ങളായി ഇരുവരും തമ്മിൽ പരിഹരിക്കപ്പെടാത്ത ഒരു മുറിവുണ്ടായിരുന്നു. സൈമൺ പലവട്ടം അനുരഞ്ജനത്തിനായി ശ്രമിച്ചു എങ്കിലും അതെല്ലാം വിഫലമായിപ്പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ജെഫ്രിയുടെ അമ്മ മരിച്ചു. മരണാനന്തര ശുശ്രൂഷയിൽ പങ്കുകൊള്ളാനായി സൈമൺ ജെഫ്രിയുടെ വീട്ടിലേക്ക് തിരിച്ചു. ശുശ്രൂഷ കഴിഞ്ഞു. ശുശ്രൂഷയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ ഹൃദയം തുറന്ന് സംസാരിച്ചു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു, സന്തോഷം പങ്കുവച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും കാണാമെന്ന് ഒരു നല്ല തീരുമാനമെടുക്കുകയും ചെയ്തു. ഇവർക്ക് നേരത്തെ അനുരഞ്ജനപ്പെടുവാനായിട്ട് കഴിഞ്ഞിരുന്നു എങ്കിൽ ആ അമ്മയ്ക്കും ഇവരുടെ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഇത്രയും കാലം ഇരുവരും അനുഭവിച്ചതായ വേദനകളൊക്കെയും ഒഴിവാക്കാനായിട്ടും സാധിക്കുമായിരുന്നു. വിശുദ്ധ മത്തായി 5-ാം അധ്യായം 23 മുതലുള്ളതായ തിരുവചനങ്ങളിൽ യേശുതമ്പുരാൻ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങളുടെ ബന്ധങ്ങളൊക്കെയും നേരെയാക്കിക്കൊള്ളണം എന്ന്. യേശു ഉപദേശിക്കുന്നത് നിന്റെ പ്രതിയോഗിയോട് വേഗത്തിൽ ഇണങ്ങിക്കൊള്ളുക എന്നാണ്. പ്രിയമുള്ളവരെ, നാം എവിടെയായിരുന്നാലും, വീട്ടിലോ ജോലിസ്ഥലത്തോ നാം പോകുന്ന ഇടത്തൊക്കെയും നാം സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നവരാകയാൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരും ആയിരിക്കണം. നമ്മുടെ ഈ ജീവിത കാലയളവിൽ ആരോടെങ്കിലുമൊക്കെ പിണങ്ങിയാണ് നമ്മൾ കഴിയുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ പിണക്കമെല്ലാം തീർക്കുവാനായിട്ട്, നമ്മുടെ പ്രതിയോഗി ചെയ്ത കുറ്റം എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായിട്ട്, അനുരഞ്ജനത്തിനായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.